ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കും മൊത്തം കമ്പനിയുടെ കടബാധ്യത തകർച്ചയിലേക്കാണ് അതിന് ഇൻഡിക്കേഷൻ നൽകുന്നെങ്കിൽ അതിലും എന്ത് ചെയ്യാൻ പാടില്ല, പണം നിക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾ പണം അന്യായമായി നഷ്ടപ്പെടുത്തലും ശിക്ഷാർഹമാണ്. നഷ്ടമുള്ള ഒരു കമ്പനിയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്, പൈസ ഇടാൻ പാടില്ല, നിക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾ തന്നാൽ ചിലപ്പോൾ രക്ഷപ്പെടുന്നൊക്കെ ആൾ പറയും. അതിന് വേറെ സഹായങ്ങൾ ചെയ്തോളി, നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിൽ പങ്കാളികളാവരുത്, അറിഞ്ഞുകൊണ്ട് പങ്കാളികളാവരുത്. അപ്പൊ അതുകൊണ്ട് നഷ്ടമുള്ള കമ്പനിയിൽ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ വലിച്ചെറിയുന്നതിന് തുല്യമാണ്. പൈസ അന്യായമായി നഷ്ടപ്പെടുത്തൽ എന്താണ്, ധൂർത്ത നിഷിദ്ധമായ കാര്യമാണ്. പണം അന്യായമായി ചെലവഴിക്കൽ വളരെ ഭവിഷ്യത്തുള്ള കാര്യമാണ്, പാപമാണ്. അതുകൊണ്ട് അത്തരം കമ്പനിയിൽ നമ്മൾ ഷെയർ എന്ത് ചെയ്യരുത്. അപ്പോൾ നമ്മൾ കമ്പനിയുടെ എല്ലാ കമ്പനി അതിൻ്റെ ട്രാക്ക് റെക്കോർഡ് പ്രദർശിപ്പിച്ച കമ്പനി ഉണ്ടാവും, സുതാര്യമായ കമ്പനികളുണ്ടാവും. അത്തരം കമ്പനികളിലാണ് നമ്മൾ. അതുപോലെ തന്നെ ഷോർട്ട് സെല്ലിങ് ഷെയർ മാർക്കറ്റിൽ ചില ആളുകൾ, അധികം ആളുകൾ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കൈവശമില്ലാത്ത ഷെയർ വിൽക്കുക. കൈവശമില്ലാത്ത ഷെയർ എന്ത് ചെയ്യുക, കൈവശമില്ലാത്ത ഒരു വസ്തു നമ്മൾ എന്ത് ചെയ്യരുത്, വിൽക്കാൻ പാടില്ല. അത് ഖററാണ്. കാരണം കൈവശമുള്ള സാധനമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. അത് ഏത് ഷെയർ മാത്രമല്ല, സ്ഥലക്കച്ചവടം അങ്ങനെ തന്നെയാണ്. എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വിൽക്കാൻ പാടുള്ളൂ. ഏത് കാര്യം ഉടമസ്ഥതയിലില്ലാത്തൊരു കാര്യം എനിക്ക് വിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഈ ഡേ ട്രേഡിംഗ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് ഷെയർ മാർക്കറ്റിൽ. ഇന്ന് ഷെയർ നിക്ഷേപിച്ചു. സാധാരണ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് 9:15 മുതൽ 3 മണി വരെയാണ് അതിൻ്റെ സെല്ലിങ് സമയം എന്ന് പറയും. അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു, വിറ്റു. അതെൻ്റെ ഉടമസ്ഥയിൽ വന്നിട്ടില്ല. കാരണം എന്താണ്, ഞാൻ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയാൽ 24 മണിക്കൂറായാലും എന്ത് ചെയ്യുള്ളൂ, എൻ്റെയിലേക്ക് എൻ്റെ ഓണർഷിപ്പ് വരുള്ളൂ. അതിനു മുമ്പ് തന്നെ ഞാൻ വിൽക്കുക. ചിലപ്പോൾ ലാഭം കൂടുതൽ കണ്ടിട്ട് വിൽക്കണമായിരിക്കും, നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത കണ്ടു വിൽക്കായിരിക്കും. പക്ഷേ ഉടമസ്ഥതയിലില്ലാത്തൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, വിൽക്കുക. അത് ഇസ്ലാം അടിസ്ഥാനപരമായി വിരോധിച്ച കാര്യങ്ങളാണ്. ഇതിൽ ഇനിയും സൂക്ഷ്മമായ പഠനങ്ങളും കാര്യങ്ങളും, ഞാൻ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതുകൊണ്ട് ധാരാളം ഇതിലെ ഷെയറിൽ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ, പഠനങ്ങൾ, അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് ആപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. അതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ചെക്ക് ചെയ്ത് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണ് ഹലാലാണ് എന്ന് നിശ്ചയിക്കേണ്ട ബാധ്യത ആരാണോ സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന അയാളുടെ ബാധ്യതയാണ്.